ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കും. പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ അയോധ്യയിലെത്തും. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കർശന സുരക്ഷ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കല, സംസ്കാരം, ധീരത, സാമൂഹിക സേവനം, കായികം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച 5നും 18നുമിടയിൽ പ്രായമുള്ള 19 കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഗുജറാത്തിലെ ഖോഡൽധാം ട്രസ്റ്റ് ക്യാൻസർ ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 30 പുതിയ ക്യാൻസർ ആശുപത്രികൾ തുറന്നു എന്നും 10 പുതിയ ക്യാൻസർ ആശുപത്രികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. 9 ദിവസം നീണ്ടുനിൽക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങൾ മറ്റന്നാൾ ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഭാരത് പർവിന് പ്രധാനമന്ത്രി ഡിജിറ്റലായി ആരംഭം കുറിക്കും. ഉഗാണ്ടയിലെ കമ്പാലയിൽ നടക്കുന്ന 3ാമത് ദക്ഷിണ ഉച്ചകോടിയുടെ ഉദ്ഘാടനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ബോട്സ്വാന വിദേശകാര്യമന്ത്രി ഡോക്ടർ ലെമൊഗാങ് ക്വപ്പേയുമായി കൂടിക്കാഴ്ച നടത്തി. ഒമാൻ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഖലീഫ അൽ ഹാർത്തിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ സഹകരണ മേഖല രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ബാങ്ക് മാതൃക പഠിക്കാൻ മറ്റു സംസ്ഥാനങ്ങൾ എത്തുകയാണ്. വായ്പ നൽകുന്നതിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതിലേക്കും മറ്റു മേഖലകളിലേക്കും ചുവടുറപ്പിച്ച സഹകരണ മേഖല നാടിന്റെ മാറ്റത്തിനും സാമൂഹിക വളർച്ചയ്ക്കും അടിത്തറ പാകുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 9ാം സഹകരണ കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ പുനരുദ്ധാരണം നടത്തിയ തൃത്താല മണ്ഡലത്തിലെ തച്ചിറംകുന്ന് പനമ്പറ്റ റോഡ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ റോഡ് കുടിവെള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വയോജനങ്ങൾക്കായി സംസ്ഥാനതലത്തിൽ കർമ്മ പദ്ധതി രൂപീകരിക്കുന്ന കാര്യം പരിശോധിക്കാൻ സംസ്ഥാന വയോജന കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. വയോജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് പ്രത്യേക കർമ്മ പദ്ധതിയുടെ ലക്ഷ്യം. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായ യോഗത്തിലാണ് തീരുമാനം. സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് സഹമന്ത്രി എ നാരായണസ്വാമി 2 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിനായി അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്നു. നാളെ രാവിലെ കവരത്തിയിൽ തത്സമയം പ്രദർശിപ്പിക്കുന്ന അയോധ്യയിലെ രാം മന്ദിർ പ്രതിഷ്ഠാ ചടങ്ങുകൾ സദസ്സിനോടൊപ്പം അദ്ദേഹം വീക്ഷിക്കും. ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് സഖ്യത്തിന് പരാജയം. ദക്ഷിണ കൊറിയയുടെ കാങ് മിൻ ഹ്യൂക്, സിയോ സിയോങ് ജെ സഖ്യത്തോടാണ് ഇവർ പരാജയപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ 78ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡെന്നിസ് ഫ്രാൻസിസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് ജനുവരി 26 വരെ നീണ്ടുനിൽക്കുന്ന 5 ദിവസത്തെ സന്ദർശനം. അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് രാവിലെ വിമാനം തകർന്നു വീണത് ഇന്ത്യൻ വിമാനമല്ലെന്ന് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് മോസ്കോയിലേക്ക് പറന്ന ഇന്ത്യൻ വിമാനം അഫ്ഗാനിസ്ഥാനിൽ അപകടത്തിൽപ്പെട്ടതായി അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണം. കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും നടന്ന സങ്കൽപ് യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ എംപിയുമായ പ്രകാശ് ജാവദേക്കർ പങ്കെടുത്തു. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ജില്ലയിലെ പര്യടനം മറ്റന്നാൾ സമാപിക്കും. ഇന്ന് PTP നഗറിലായിരുന്നു പര്യടനം. മലപ്പുറം ജില്ലയിലെ നഗരമേഖലകളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് പൊന്നാനി നഗരസഭയിലെ ചന്തപ്പടിയിൽ സ്വീകരണം നൽകി. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്ര നട അടച്ചു. തുടർന്ന് തിരുവാഭരണവുമായി യാത്ര തിരിച്ച സംഘം ഈ മാസം 24-ന് പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേരും. കോഴിക്കോട് കക്കയം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചു. കാട്ടുപോത്ത് ആക്രമണത്തിൽ വിനോദസഞ്ചാരികളായ അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വോട്ട് വണ്ടി സന്ദർശിക്കും. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം EVM, VVPAT മെഷീനുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതുൾപ്പെടെ സമ്മതിദായകരിൽ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനാണ് പരിപാടി. സമൂഹത്തിൽ സ്ത്രീകൾ ഒട്ടേറെ വിവേചനങ്ങൾ നേരിടുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. മത്സ്യസംസ്കരണ രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.